Hello, good evening all. Okay, shall we stop? The reply on the chat box, use chat box to reply. Yes. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക ലാസ്റ്റ് ക്ലാസ്സിൽ വി ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ഇലക്ട്രിസിറ്റി റൈറ്റ് ബട്ട് ടിൽ കുറച്ച് ടോപ്പിക്സും കൂടി ഉണ്ട് കുറഞ്ഞ ഒരു 2-3 പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാർട്ടും കൂടി ഉണ്ട് ഓക്കെ യെസ് ഷാൽ വി ഡു ദാറ്റ് ഓക്കെ സി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ടോപ്പിക് ആണ് ഒന്ന് പവർ മക്കളെ ഓഡിബിൾ അല്ലേ എവിടെ നിങ്ങളെ എന്താ ഒരു ഇത് കാണുന്നില്ല മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ ഓക്കെ ഓഡിബിൾ അല്ലേ യെസ് പെർഫെക്റ്റ് ഓക്കെ സി ഇലക്ട്രിക് പവർ ദാറ്റ് ഈസ് വാട്ട് ദ ടോപ്പിക് വി ഹാവ് ടു ഡിസ്കസ് ടുഡേ ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പവർ ആണ് സി വാട്ട് ഈസ് പവർ ഈ പവർ കണ്ടുപിടിക്കാൻ മെയിൻലി 3 ഇക്വേഷൻ ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഒന്ന് പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ ടു കറന്റ് clear and second one is power is equal to voltage square by resistance clear യെസ് എവിടെ എസ് ഒന്നും വരുന്നില്ലല്ലോ ഇന്നെന്താ ചാറ്റ് ബോക്സ് അങ്ങനെ ഒരു ഉഷാറില്ലാത്തത് okay yes next we have one more equation to find power that is I square R where I is current and R is resistance these are the 3 important equation for finding power most important equation keep that in your mind or write somewhere okay okay once again power is equal to voltage into current and power is equal to voltage square divided by resistance and power is equal to current square into resistance ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നതിന്റെ മുന്നേ we have to go through heat കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അതും കൂടി പറഞ്ഞിട്ട് ടുഗദർ we will do some questions okay സ്റ്റാർട്ട് ചെയ്യാം നോക്ക് to find heat clear we have 4 to 5 equations ഈ പറയുന്ന ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി വാട്ട് എവർ ബി ദി പ്രോബ്ലം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അല്ലേ നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണുന്നില്ല കേട്ടോ ഇവിടെ ചാറ്റ് ബോക്സ് ഒക്കെ ഓൺ ആണ് ബട്ട് മെസ്സേജ് കാണുന്നില്ല നിങ്ങൾ മെസ്സേജ് അയക്കാതെ ആണോ അയക്കുന്നില്ല ആരും ഒന്ന് മെസ്സേജ് ഒന്ന് അയക്കാം ഓക്കെ യാ സോ ഫസ്റ്റ് ഇക്വേഷൻ ടു ഫൈൻഡ് ഹീറ്റ് എനർജി I square RT one is I square RT where I is current R is resistance and T is time okay first equation അതേപോലെ H means what heat ആണ് heat കണ്ടുപിടിക്കാനുള്ള equations ആണ് ഞാൻ പറയുന്നത് ആദ്യ equations മൊത്തം പറഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം okay second equation to find heat is V square by R into T V square by R into T where V is voltage R is resistance and T is time and H is heat energy okay അപ്പോൾ ഇത് മാത്രം മതിയാവില്ല നമുക്ക് കുറച്ചും കൂടി ഇക്വേഷൻ എക്സ്ട്രാ പഠിക്കാം ഓക്കെ എന്ത് പ്രോബ്ലം വന്നാലും ഈ ഇക്വേഷൻസ് കൂടി ഒന്ന് ആലോചിച്ചാൽ മതി എന്തായാലും അത് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ യാ നെക്സ്റ്റ് ഹീറ്റ് കണ്ടുപിടിക്കാൻ നെക്സ്റ്റ് ഇക്വേഷൻ VIT where V is voltage I is current T is time okay and we have two more equation അതിൽ ഒന്നാണ് H is equal to P into T power into time and last we have one more അത് എന്താന്ന് ചോദിച്ചാൽ H is equal to QV this is there in textbook ഈ ടെക്സ്റ്റ് ബുക്കിലും കൂടി ഉണ്ട് ഈ പ്രോബ്ലം അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം H is equal to QV where Q is charge once again where Q is ഈ equation സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം where Q is charge and V is potential difference or voltage ഈ ഇക്വേഷൻസ് മൊത്തം ഏതെങ്കിലും ഒരു നോട്ടിൽ എഴുതി വെക്കുക എന്നിട്ട് നമുക്ക് hope it is clear അല്ലേ മൈക്ക് പ്ലീസ് പ്ലീസ് അൺമ്യൂട്ട് ഹലോ പ്ലീസ് മ്യൂട്ട് ഓക്കെ യാ ഓക്കെ ഈ ഇക്വേഷൻസ് മൊത്തം നിങ്ങളൊന്ന് കാണണം ഓക്കെ ഓക്കെ എന്താണ് മക്കളെ നിങ്ങൾ ചാറ്റ് ഒന്ന് എനിക്ക് കിട്ടുന്നില്ല നിങ്ങൾ ചാറ്റ് ചെയ്യുന്നില്ലേ യെസ് ഇപ്പൊ എനിക്ക് വന്നു ഓക്കെ ഗുഡ് ഇതേപോലെ ചാറ്റ് ചെയ്യണം കേട്ടോ ചാറ്റ് ചെയ്താലേ ഉള്ളൂ എനിക്ക് അറിയുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓക്കെ ആം ഐ ഓഡിബിൾ ഓക്കെ പെർഫെക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒരു മിനിറ്റ് ആടാ ഞാനൊന്ന്
ഓക്കെ, ഞാൻ അടുത്ത പറഞ്ഞോട്ടെ. യെസ് 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 ഇന്ന് ഞാനൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട് കേട്ടോ. 2-3 നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഉറപ്പല്ലേ? യെസ്, ഓക്കെ അസാൻ, ഓക്കെ. ഇത് ഓക്കെ ഓക്കെ, ഞാൻ പറയുന്നുണ്ട്. പ്രോബ്ലത്തിലേക്ക് കടക്കാം. മൈ ക്വസ്റ്റ്യൻ ഇസ് സിമ്പിൾ. ചോദിച്ചോട്ടെ? ക്ലിയർ? എ ബൾബ് ഇസ് റേറ്റഡ് 220 volt 100 watt. 220 volt 100 watt. If 110 volt is provided, what will be the power? മക്കളെ ചോദ്യം മനസ്സിലായിട്ടുണ്ടടാ? അതായത് ഒരു ബൾബ് ഉണ്ട്, ആ ബൾബിന്റെ വോൾട്ടേജ് 220 volt. If you give 220 volt, it will give the power of 100 watt. How much it will give? If we provide 220 volt, 220 volt ഒരു ഡിവൈസിലേക്ക് if I giving, it will give the power of 100 watt. ശരിയാണ്. വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ബൾബിന് പവർ ഉണ്ടാവുക. നോട്ട് ഓൺലി ബൾബ്, എവറി ഡിവൈസ് എത്രയാണോ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത്, അക്കോർഡിംഗ് ടു ദാറ്റ് ഇറ്റ് വിൽ ഗിവ് ദി പവർ. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്ത വോൾട്ടേജ് 220 വോൾട്ട് ആണ്. ആ ബൾബിന്റെ പവർ എത്രയാണെന്ന് ചോദിച്ചാൽ 100 വാട്ട് ആണ്. ഇഫ് ദ സെയിം ബൾബിന് 110 വോൾട്ട് കൊടുത്താൽ, if I am giving 110 volt to the same bulb, what will be the power? പുതിയ പവർ എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. Hope the question is perfect. Hope the question is perfect. എസ് ആണെങ്കിൽ എസ് എന്ന് പറയണം, നോ ആണെങ്കിൽ നോ എന്ന് പറയണം. എവിടെ റിപ്ലൈ വരുന്നില്ലല്ലോ എനിക്ക്? യെസ്, 4 മെസ്സേജസ്. എസ് വന്നിട്ടുണ്ട്, കുറച്ച് എസ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് എസ് വരട്ടെ. ഓക്കെ, യെസ്. ഇത് എങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഒരു പേടിയും വേണ്ട, സാറ് പറയുന്നത് കേൾക്കാം. ഓക്കെ, ലിസൺ ലിസൺ ലിസൺ. ദ ഫസ്റ്റ് ഞാൻ കൊടുത്ത വോൾട്ടേജ് 220 വോൾട്ട്. ഹൗ മച്ച്? ഫസ്റ്റ് ഞാൻ കൊടുത്ത വോൾട്ട് 220 വോൾട്ട് ആണ്. ദാറ്റ് പവർ ഇസ് 100 വാട്ട്. 220 വോൾട്ട് കൊടുത്തപ്പോൾ 100 വാട്ട് ഇസ് ദി പവർ വാട്ട് ഐ ഗെറ്റ്. ബട്ട് ക്വസ്റ്റ്യൻ ഇസ്, അതേ ബൾബിലേക്ക് 110 വോൾട്ട് കൊടുത്താൽ വാട്ട് വിൽ ബി ദി പവർ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്യാൻ ഒന്നും ചെയ്യണ്ട. ഫസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ്. ഫസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ദി, കം ഓൺ, റെസിസ്റ്റൻസ് ഓഫ് ദി വയർ അല്ല ബൾബ്. എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ഡോണ്ട് വറി, പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. പവറും വോൾട്ടേജും തന്നാൽ then easy to find resistance, right? എങ്ങനെയാ കണ്ടുപിടിക്കുക? യെസ്, ഐ ഓൾറെഡി ടോൾഡ് യു ഇക്വേഷൻ. P is equal to V square by R. അല്ലേ? അത് നമുക്ക് വേണ്ടത് പവർ അല്ല, വി നീഡ് റെസിസ്റ്റൻസ് ഫസ്റ്റ്. റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാലേ പുതിയ പവർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ട്രൈ ടു ഫൈൻഡ് റെസിസ്റ്റൻസ്. വാട്ട് ടു ഡു ഫോർ റെസിസ്റ്റൻസ്? ആറിന് അങ്ങോട്ട് കൊണ്ടുപോവാം, എന്നിട്ട് വി സ്ക്വയർ ബൈ പി എന്ന് ചെയ്യാം. ബിക്കോസ് ആറിന് അങ്ങോട്ട് എടുത്തു, പീന് ഇങ്ങോട്ട് എടുത്തു. അണ്ടർസ്റ്റുഡ്? എവിടെ റിസൾട്ട്? എവിടെ വരുന്നില്ലല്ലോ. യെസ് അങ്ങനെ തന്നെ ഫുൾ അത് വരട്ടെ കേട്ടോ. ഓക്കെ, എനിക്ക് നിങ്ങളുടെ റിപ്ലൈ വേണം. ഐ വാണ്ട് യുവർ റിപ്ലൈ. ഓക്കെ, യെസ് വെരി ഗുഡ്. നമുക്ക് നോക്കാം അത് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. വിന്റെ വാല്യൂ ഇസ് ഓൾറെഡി ഗിവൻ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് വി? ദാറ്റ് ഇസ് 220. ഈ 220നെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഈസ് വി സ്ക്വയർ ബൈ പവർ ഇസ് 100. 220 ഡിവൈഡ് 220 സ്ക്വയർ ബൈ 100. 220ന്റെ സ്ക്വയർ എനിക്കറിയാം, സോ ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. ദ വാല്യൂ ഓഫ് 220 സ്ക്വയർ ഇസ് 48400. 48400 divided by 100.
0, 0 got cancelled and this also got cancelled and you will get 484 ohm. That is the resistance of the bulb. Bulb in the resistance ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. What is the resistance of bulb? വരട്ടെ? What is the resistance of bulb? Yes, very good. 484 ആണ് കാണിക്കുന്നത്. So audible ആണോ? Yes, very good. Thank you. Then start ചെയ്യാം. അങ്ങനെ പറയട്ടെ, അടുത്ത പറയട്ടെ. What to do then? Okay. 484 റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഇത് വെച്ചിട്ട് പുതിയ പവർ കണ്ടുപിടിക്കുക. ഹൗ ടു ഫൈൻഡ് പുതിയ പവർ? നത്തിങ് ടു ഡു. പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. സോ പവർ ഇസ് ഈക്വൽ ടു, മക്കളെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സാർ. യെസ് ഇനിയും വരട്ടെ. യെസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. ഓക്കെ, ഇനിയും വരട്ടെ. യെസ്. ഓക്കെ ഫൈൻ. ഇനിയും വരട്ടെ. കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ ഫുൾ ഓക്കെ, അത് അങ്ങനെ തന്നെ വരട്ടെ കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വരണേ. ഓക്കെ, യെസ്. നോക്ക് അപ്പൊ വരുന്നുണ്ട്. അപ്പൊ സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വി? ദാറ്റ് ഈസ് 110 സ്ക്വയർ 110 square divided by resistance is 484. ബോർഡിലോട്ട് ഓക്കെടാ മക്കളെ, അതായത് നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, 110 ഒന്ന് സ്ക്വയർ ചെയ്യട്ടെ. 110 സ്ക്വയർ ചെയ്താൽ വി വിൽ ഗെറ്റ് ഹൗ മച്ച്? 121,000 divided by 484. 121 because 110 നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 110 സ്ക്വയർ ചെയ്താൽ 11 സ്ക്വയർ ചെയ്താൽ 121, then 0 2 times 2 that is 0 അല്ലേ? കാരണം സ്ക്വയർ അല്ലേ? ഓക്കെ, then you will get the answer of 25 watt. How much? 25 watt. Yes, 25 watt. ക്ലിയർ ആയിട്ടുണ്ടോ? സി ഒന്നും കൂടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ബൾബ് ഇസ് റേറ്റഡ് 220 വോൾട്ട് ആൻഡ് 100 വാട്ട്. ക്ലിയർ? അതേ ബൾബിലേക്ക് 110 വോൾട്ട് കൊടുത്താൽ വാട്ട് വിൽ ബി ദി പവർ എന്നാണ് ചോദിച്ചത്. സോ ഫസ്റ്റ് ട്രൈ ടു ഫൈൻഡ് റെസിസ്റ്റൻസ്. എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? പഴയ വോൾട്ടേജും പഴയ പവറും വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഐ ഗോട്ട് 484 ഓം. Clear? The new voltage is 110 volt and we have to find the new power. New power in sense 110 volt കൊടുത്താൽ എത്ര പവർ കിട്ടും? Okay, എന്നിട്ട് P is equal to V square by R ചെയ്യുക. So we have to take 110, അതിനെ സ്ക്വയർ ചെയ്യുക, divided by resistance we found is 484. So സ്ക്വയർ ചെയ്യുക by 484 ചെയ്താൽ you will get answer 25 watt. How many of you understood? എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? എസ് വരട്ടെ. ചാറ്റ് ബോക്സിൽ റിപ്ലൈ വരട്ടെ. ചാറ്റ് ബോക്സിൽ റിപ്ലൈ വരട്ടെ. യെസ് വരട്ടെ. എല്ലാവരും വരട്ടെ. ചാറ്റ് ബോക്സിൽ ഇനിയും വരട്ടെ. ഞാൻ വെയിറ്റിംഗ്. ഓക്കെ ഫൈൻ. ഓക്കെ വണ്ടർഫുൾ. യെസ്. അങ്ങനെ ആവുമ്പോഴേ ഇതിന് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തരട്ടെ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് പറയട്ടെ. ഒന്നും ചെയ്യണ്ട, സാറ് പറയുന്ന പോലെ ചെയ്താൽ മതി. ഇവിടെ നോക്കടാ മക്കളെ, 220 വോൾട്ട് കൊടുത്തപ്പോ വാട്ട് ഇസ് ദി പവർ? 100 വാട്ട് ആയിരുന്നു അല്ലേ? യെസ്. ഓക്കെ, അതേ ബൾബിലേക്ക് 110 വോൾട്ട് കൊടുത്താൽ എത്രയായിരിക്കും പവർ എന്നാണ് ചോദിച്ചത്. ഇതിനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. വോൾട്ടേജ് നേരെ എത്ര ആയി? ഡബിൾ ആയോ, ഹാഫ് ആയോ, ട്രിപ്പിൾ ആയോ? 220 110 ആവാന്ന് പറയുമ്പോ വോൾട്ടേജ് ഡബിൾ ആയതാണോ, ഹാഫ് ആയതാണോ? കമോൺ വരട്ടെ.
വോൾട്ട് 220 വോൾട്ട് 110 വോൾട്ട് കൊടുക്കാന്ന് പറയുമ്പോ 220 വോൾട്ട് ആണ് ആദ്യം കൊടുത്തത്. ഇഫ് ഐ ഗിവ് 110 വോൾട്ട്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹാഫ് ആയിന്നാണോ ഡബിൾ ആയിന്നാണോ? യെസ്, വെരി ഗുഡ്. അപ്പൊ 220 വോൾട്ടിനെ ഹാഫ് ചെയ്തപ്പോഴാണ് ഐ ഗോട്ട് 110 വോൾട്ട്. റൈറ്റ് റൈറ്റ്. അങ്ങനെ വോൾട്ടേജിന് ഹാഫ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ പവറിന്റെ പഴയ വാല്യൂ ഇല്ലേ, ആ പവറിന്റെ പഴയ വാല്യൂനെ ബൈ 4 കൊണ്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ആൻസർ. 100/4 is 25 watt. ദിസ് ഇസ് ദി ഷോർട്ട് കട്ട്. മനസ്സിലായിട്ടുണ്ടോ? ഇത് എപ്പോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഇഫ് ദ വോൾട്ടേജ് ഇസ് ബിക്കം നേരെ ഹാഫ്. വോൾട്ടേജ് ഹാഫ് ആവാണെങ്കിൽ പവറിന്റെ ഓൾഡ് വാല്യൂ ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ന്യൂ പവർ കിട്ടും. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദി കോൺസെപ്റ്റ്? ക്ലിയർ? ഇത് അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു വൺ തിങ്, ഒരു ടെൻഷനും വേണ്ട. ആദ്യം ഞാൻ പറഞ്ഞ മെത്തേഡ് ഇല്ലേ, ആ മെത്തേഡ് ചെയ്താലും മതി. നമുക്ക് അറിയുമെങ്കിൽ ആ മെത്തേഡ് ചെയ്യാം. അഥവാ ഇല്ല ഇതും അറിഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ ഇതും ചെയ്യാം. വാട്ട് എവർ യു ലൈക്ക് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ ആണെങ്കിൽ എസ് കൊടുത്തേ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. ഓക്കെ, ഇനിയും വരട്ടെ. ക്ലിയർ. യെസ്. ഇതൊരു ഷോർട്ട് കട്ട് ആണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പഴയ മെത്തേഡ് ചെയ്താൽ മതി. ഓക്കെ ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ യെസ്. ഞാൻ സാർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ചോദിക്കട്ടെ. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം, അതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ. ഒരു വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് 2 ആംപിയർ. ഹൗ മച്ച്? 2 ampere, and resistance of the wire is 10 ohm, and it is working for 2 minutes, what is the heat produced in the device? Heat എത്ര ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക? That is the question. How to answer for this question? എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക? ഞാൻ ചെയ്തോട്ടെ നിങ്ങൾ ചെയ്യണോ? നിങ്ങൾ ചെയ്യണോ? യു ക്യാൻ ഡിസൈഡ്. ഞാൻ നിങ്ങൾക്ക് 1 minute സമയം തരാം, നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ഹീറ്റ് ആണ് അവർ ചോദിച്ചത്. യു ഹാവ് ടു ഫൈൻഡ് ഹീറ്റ്. ഓക്കെ, നിയ നുജുമിന്റെ ആൻസർ വന്നു 80. ഇനിയും വരട്ടെ, ഇനി എല്ലാവരും വരട്ടെ. എവ്രി വൺസ് ഐ വോണ്ട് എവ്രി വൺസ്. 80. ഇനിയും വരട്ടെ. കണ്ടിന്യൂസ് വരട്ടെ. ഓക്കെ, 380 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും വരട്ടെ. റിപ്ലൈ വരട്ടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യട്ടെ. ഷാലൈ ഡു? ഞാൻ ചെയ്യട്ടെ? ഒന്നും പേടിക്കണ്ട. സോ സിമ്പിൾ. ഹീറ്റ് കണ്ടുപിടിക്കാൻ ഐ തോട്ട് യു മെനി ഇക്വേഷൻസ്, റൈറ്റ്? അതില് ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഐ തിങ്ക് H is equal to I² RT, റൈറ്റ്? യെസ്, അതാണ് കുറച്ചും കൂടി ഇവിടെ ആപ്റ്റ്. ബിക്കോസ് വി ഒന്നും വന്നിട്ടില്ല, അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഇസ് ബെറ്റർ ടു യൂസ് H is equal to I² RT. So H is equal to, what is the value of I? That is 2 square. I square ചെയ്യാൻ പറയുന്നതുകൊണ്ട് 2 square. Resistance is 10 ohm and time, എല്ലാവരും ടൈം മിനിറ്റ്സിൽ എടുത്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ യു ഷുഡ് യൂസ് ടൈം ആസ് സെക്കൻഡ് ആണ് വേണ്ടത്. അത് ഒരിക്കലും മിനിറ്റിലേക്ക് എടുക്കരുത്. അത് തെറ്റിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ തന്നത്. സോ ഇറ്റ് വിൽ ബി 120. കാരണം 2 minutes means 120 സെക്കൻഡ് അല്ലേ? Yes. So H is equal to 2 square is 4 into, that is 10. 4 into 10 is 40 into 120 ചെയ്താൽ you will got the answer. 1200 into 4. Okay, that is 4800, right? Answer will be 4800 joule. എത്ര പേര് ക്ലിയർ ആയിട്ടുണ്ട് ഇത്? If yes, write yes on the chat box. If no, no on the chat box.
റിപ്ലൈ വരട്ടെ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. പ്ലീസ് ഗിവ് മീ റിപ്ലൈ. എവിടെ വന്നിട്ടില്ല, എനിക്ക് റിപ്ലൈ വന്നിട്ടില്ല. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇവിടെ റിപ്ലൈ തരുന്നുണ്ടോ? യെസ്, ഓക്കെ. ഞാൻ നുജൂമിന്റെ മാത്രം വന്നിട്ടുള്ളൂ, വേറെ ആരും ഇല്ല ഇവിടെ. ഓക്കെ 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 ഫാത്തിമ അളിയ വന്നു. ഫാത്തിമ ആളിയ അലിയ സംതിങ്. ഓക്കെ, യാ. എന്തായാലും ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ മക്കളെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എടാ, നിങ്ങളെ വീട്ടിൽ AC, ഫ്രിഡ്ജ് അങ്ങനെ എല്ലാ ഡിവൈസും യൂസ് ചെയ്യുന്നില്ലേ? AC ആയ ഫ്രിഡ്ജും ഫാനും എന്തൊക്കെ ഒരുപാട് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു? ക്ലിയർ? അതിനൊരു ഈക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ എന്നാണ് പറയാ അതിന്. വാട്ട് വി സേ? ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ. വീട്ടിൽ എത്ര ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ. അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈസി ആണ്. പവർ ഇൻടു ടൈം. വാട്ട് ഇസ് ദാറ്റ്? സൗണ്ട് വരട്ടെ. പവർ ഇൻടു ടൈം. ഇതിൽ ഒരൊറ്റ പ്രശ്നമുണ്ട്. പവർ ഷുഡ് ബി ടേക്കൻ ഇൻ കിലോ വാട്ട്. That is what is unit of power, and time should be taken as hour. ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷന്റെ യൂണിറ്റ് പവർ ഇൻടു ടൈം ആണ്. പവർ ഇൻടു ടൈം ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പവർ ഷുഡ് ബി ടേക്കൻ ഇൻ കിലോ വാട്ട് ആൻഡ് ടൈം ഷുഡ് ബി ടേക്കൻ ഇൻ ഹവർ. ക്ലിയർ? ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ കിലോ വാട്ട് ഹവർ. വാട്ട് ഇസ് ദാറ്റ്? കിലോ വാട്ട് ഹവർ. കിലോ വാട്ട് ഹവറിനെ വിളിക്കുന്ന വേറൊരു പേരുമുണ്ട്, യൂണിറ്റ്. ജസ്റ്റ് യൂണിറ്റ്. ക്ലിയർ? സോ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷന്റെ ഈക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ പവർ ഇൻടു ടൈം. പവർ കിലോ വാട്ടിലാണ്, ടൈം ഹവറിലാണ്. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? റിപ്ലൈ വരട്ടെ. ക്ലിയർ? ഓക്കെ, യെസ്. വേറെ ഒരു ഐഡി കുക്കു റിപ്ലൈ തന്നു. ഇനിയും വരട്ടെ. ഫാത്തിമ റിപ്ലൈ വന്നു. ഇനിയും വരട്ടെ. നിയാ, നുജൂം, ഈ 3 പേരെ റിപ്ലൈ തരുന്നുള്ളൂ കേട്ടോ. ഇവിടെ കുറെ പേരുണ്ടല്ലോ, ബാക്കി ആരും റിപ്ലൈ തരുന്നില്ലല്ലോ. റിപ്ലൈ വരട്ടെ. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇതൊന്ന് എഴുതി വെക്കണം കേട്ടോ, ഇത് മറക്കരുത്. ഇതിന്റെ ഞാൻ അടുത്ത ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. എന്നിട്ട് ഒരു പ്രോബ്ലം ഞാൻ ചെയ്യാം. ഓക്കെ, പവർ ഇൻടു ടൈം എന്നാണ് ഇക്വേഷൻ. പവർ ഷുഡ് ബി ഇൻ. പവർ എന്തിനാ വേണ്ടത്? കമോൺ. കിലോ അല്ലല്ല, പവർ കിലോ വാട്ടിലാണ് വേണ്ടത്. എനർജിന്റെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. പവർ കിലോ വാട്ടില്, ടൈം ഹവറിലും അങ്ങനെയാണ് കിലോ വാട്ട് അവർ ആയത്. ഓക്കെ. അഥവാ പവർ വാട്ടിലും ടൈം ഹവറിലും ആണ് തരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡിവൈഡഡ് ബൈ 1000. പവർ വാട്ടിലും ടൈം ഹവറിലും ആണ് തരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡിവൈഡഡ് ബൈ 1000. അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്താൽ തെറ്റും. അണ്ടർസ്റ്റുഡ്? നോക്കണ്ട, പേടിക്കണ്ട, ഞാൻ ചെയ്തുതരാം. ഒരു പ്രോബ്ലം ചെയ്തുതരാം. അപ്പൊ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവല്ലോ. ചെയ്താലോ? ക്ലിയർ ആയിട്ടുണ്ടോ? ഉണ്ടോ? യെസ്. ഇനിയും വരട്ടെ. എസ് വരട്ടെ. ഓക്കെ, ഇനിയും വരട്ടെ. ഇന്ന് നിങ്ങൾ പോരാലോ, നിങ്ങൾക്ക് ഒരു എനർജി ഇല്ലാലോ ഒന്ന്. ഓക്കെ, വരട്ടെ. യെസ്. ദിസ് ഈസ് ദി ഇക്വേഷൻ. ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ ഇസ് ഈക്വൽ ടു പവർ ഇൻടു ടൈം ബൈ 1000. ഒരു പ്രോബ്ലം സാറ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലം ഞാൻ ചെയ്യുന്നു. 1 പ്രോബ്ലം യു ഹാവ് ടു ഡു. ഇപ്പൊ 2 ഒരു പ്രോബ്ലം ചെയ്താൽ ദിസ് ചാപ്റ്റർ ഇസ് ഓവർ. ചെയ്താലോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എവിടെ ചെയ്യണം? എസ് എന്ന് പറ. വരട്ടെ. എസ് വരട്ടെ. യാ, ഗുഡ്. ഓക്കെ. ഓക്കെ. ഞാൻ തരാം. A bulb of 100 watt, a bulb of
100 watt is used for 5 hours in a day. Clear? What is the electrical energy consumption in the month of April? Clear? ഒന്നും പേടിക്കണ്ട, ഞാൻ റെഡിയാക്കി തരാം. If 1 kilowatt hour is 5 rupees, if 1 kilowatt hour is 5 rupees, find total cost. Most important question ആണ്. Find total cost. ചോദ്യം മനസ്സിലായിട്ടുണ്ടോ? ചോദ്യം മനസ്സിലായിട്ടുണ്ടോ? യെസ്. ഇതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ഒരു ടെൻഷനും വേണ്ട. ആദ്യം ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കാം. ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പവർ ഇൻടു ടൈം. റൈറ്റ്? പവർ ഇൻടു ടൈം ആണെങ്കിൽ പോലും ഇവിടെ പവർ വാട്ടിലാണ്, ടൈം എന്തിലാ മക്കളെ? ഹവറിലാണ്. അതുകൊണ്ട് തന്നെ by 1000 is important. by 1000 is important കാരണം ഇവിടെ തന്നത് 100 വാട്ടാ, പവർ ഇൻ വാട്ടാണ്, കിലോ വാട്ടിലല്ല തന്നത്. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. എങ്ങനെ ചെയ്യാം ഞാൻ പഠിപ്പിച്ചു തരാം. എത്ര ബൾബ് ഉണ്ട്? എ ബൾബ് അല്ലേ? എ ബൾബ് എന്ന് വെച്ചാൽ എത്ര ബൾബാണ്? അത് പറ വെറുതെ. എ ബൾബ് എന്ന് വെച്ചാൽ എത്ര ബൾബാ? എവിടെ? അതെങ്കിലും പറയടാ. ഒരു ബൾബാണ്. ആകെ ഒരു ബൾബ് ഉള്ളൂ കേട്ടോ. അഥവാ 2 ബൾബ് ആണെങ്കിൽ 100 വാട്ട് 100 എന്ന് എഴുതരുത്. 2 ബൾബ് ആണെങ്കിൽ 200 എന്ന് എഴുതണം. കാരണം ഒരു ബൾബിന് 100 വാട്ട് ആണെങ്കിൽ, 2 ബൾബ് ആണെങ്കിൽ 200 വാട്ട് എഴുതണം, 5 ബൾബ് ആണെങ്കിൽ 500 വാട്ട് എഴുതണം. ഇവിടെ ആകെ ഒരു ബൾബ് ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് 100. ഓക്കെ, സോ പവർ ഇസ് 100 into how many hour it is using? 5 hours. അപ്പൊ 100 into 5 divided by 1000. 100 into 5 divided by 1000. 100 into 5 is 500 divided by 1000. It will give 0.5 kilowatt hour. Unit ആണ് kilowatt hour. 0.5 kilowatt hour. എത്ര? 0.5 കിലോവാട്ട് അവർ. ഇത് പെർ ഡേ ആണ്. ഇത് എത്ര ഡേ ആണ് മക്കളെ? വേഗം പറയടാ. ഇത് എത്ര ഡേന്റെ എനർജി കൺസപ്ഷൻ ആടാ മക്കളെ? പറയടാ, സൗണ്ട് വരട്ടെ. എത്ര ഡേന്റെ പവർ എനർജി കൺസപ്ഷൻ ആണ്? പെർ ഡേ ആണ്. അവർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മന്ത് ഓഫ് ഏപ്രിലില് എത്ര ആയിരിക്കും ഉണ്ടാവുക. ഒരു ദിവസം 0.5 ആണെങ്കിൽ ഏപ്രിൽ മന്തിൽ എത്ര ഡേ ഉണ്ടാവും? 30 ആണോ 31 ആണോ? പറഞ്ഞേ. 30 ഡേ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ പെർ ഡേ ആണെങ്കിൽ പെർ മന്ത് എത്ര ആയിരിക്കും? പെർ ഡേ ഈസ് 0.5. അപ്പൊ പെർ മന്ത് ആവുമ്പോ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഏപ്രിൽ ആയതുകൊണ്ടാട്ടോ. 31 ഡേ വരുന്ന മന്ത് ആണെങ്കിൽ 31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, so 0.5 into 30 you will get 15 kilowatt hour. Per month 15 kilowatt hour ആണ് എനർജി കൺസ്യൂം ചെയ്യുന്നത്. പെർ ഡേ 0.5 ആണ്. പെർ മന്ത് എത്ര യൂസ് ചെയ്യുന്നത്? 15 kilowatt hour. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ നുജും പറഞ്ഞു യെസ്. വേറെ ആർക്കെങ്കിലും പറയാണ്ടോ? യെസ്. ഫാത്തിമ പറഞ്ഞു യെസ്. ഇനിയും വരട്ടെ. പെർ മന്ത് 15 ആണ്. നമ്മളോട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 1 കിലോവാട്ട് ഹവർ എന്ന് വെച്ചാൽ 5 രൂപയാ. കാരണം നമ്മളോട് ഇങ്ങനെ പറഞ്ഞ പൈസ അടയ്ക്കാൻ പറ്റൂല. സോ ഗവൺമെന്റ് വിൽ ഫിക്സ്ഡ് റേറ്റ്. ഒരു കിലോവാട്ട് ഹവർ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ഇത്ര രൂപയാണ്. ഇവിടെ ഒരു യൂണിറ്റിന് എത്ര രൂപ? കമോൺ,
5 rupees ആണ്. അങ്ങനത്തെ എത്ര യൂണിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്? 15. അപ്പൊ 15 into 5. മനസ്സിലായിട്ടുണ്ടോ? എവിടെ സൗണ്ട് വരുന്നില്ലല്ലോ. 15 into 5 എത്ര രൂപയായിരിക്കും? 15 into 5 is 75 rupees. So ബില്ല് എത്രയാന്ന് ചോദിച്ചാൽ 75 rupees. ക്ലിയർ ആയിട്ടുണ്ടോ? ഇല്ലേ? ഇഫ് യെസ് റൈറ്റ് എസ് ഓൺ ദി ചാറ്റ് ബോക്സ്. നോ ആണെങ്കിൽ നോ. എനിക്ക് എല്ലാവരും റിപ്ലൈയും വേണം. എവ്രി വൺസ് റിപ്ലൈ. യെസ്. ഇനിയും വരട്ടെ. എസ് പോരാ, ഇനിയും വരട്ടെ. ഒരുപാട് എസ് വരട്ടെ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ സാർ ഒരു പ്രോബ്ലം തരട്ടെ. ഇത് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ വേഗം. ഞാൻ വേറൊരു പ്രോബ്ലം തരാം. അത് യു ഹാവ് ടു ഫൈൻഡ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അത് ചെയ്യാം. ഇത് ക്ലിയർ ചെയ്യട്ടെ. യെസ്, ക്ലിയർ മൈ ഡ്രോയിങ്സ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് 2020 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. An electric bulb is rated 220 volt, 100 watt. Question A. What is its resistance? ജസ്റ്റ് കുറച്ചു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. What is its resistance? First question. B question. Calculate the energy consumed by 3 bulbs. Energy consumed by 3 bulbs if they glow continuously for 10 hours in the month of November. In the month of November. C question. Calculate the total cost if the rate is rupees 5 per unit. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യുന്നോ ഞാൻ ചെയ്യണോ? ഫോട്ടോ ഇടും. നിങ്ങൾ ചെയ്യുന്നോ ഞാൻ ചെയ്യണോ? ഐ വിൽ ഗിവ് യു 1 minute. എന്നിട്ട് എത്ര പേർക്ക് എന്ത് കിട്ടുന്നു ആദ്യം എ ക്വസ്റ്റ്യൻ ചെയ്യും. ബിയും സിയും ഞാൻ ചെയ്തോളാം. എ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി റെസിസ്റ്റൻസ്. പെട്ടെന്ന് ചെയ്തിട്ട് ആൻസർ പറ. ഫൈൻഡ് ദി റെസിസ്റ്റൻസ്. എന്നിട്ട് എത്ര ആൻസർ കിട്ടുന്നുണ്ടെന്ന് പറയണേ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. ഓ, എസ്തറിന് കിട്ടി. 484 ആണ്. 484 ഓം. വെരി ഗുഡ്. ഇനിയും വരട്ടെ. ഇനി എല്ലാരും ചെയ്തിട്ട് പെൻസിലും പെന്നും വെച്ച് വേഗം ചെയ്ത നല്ല മക്കളല്ലേ, വേഗം ചെയ്യും. ഓക്കെ, അതിന്റെ ആൻസർ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നോക്കുക. ജസ്റ്റ് ഇവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ ആൻസർ. ഐ ടോൾഡ് യു പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. വി എത്രയാ? 220 ആണ്. അതിനെ സ്ക്വയർ ചെയ്യണം, ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. യു വിൽ ഗെറ്റ് ദി ആൻസർ. ദ കറക്റ്റ് ആൻസർ ഇസ് 484 ഓം. വണ്ടർഫുൾ. റെഡി ആയിട്ടുണ്ടോ? അത് ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ പ്ലീസ് മ്യൂട്ട്. ആരോ ഒരാള്
പ്ലീസ് മ്യൂട്ട്. ഓക്കെ 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 ഞാൻ ചെയ്തോളാം കേട്ടോ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി എനർജി കൺസപ്ഷൻ. എത്ര പേര് ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോടാ? എന്നാ ഞാൻ ചെയ്യട്ടെ. സി, എത്ര ബൾബാണുള്ളത്? വേഗം പറ. റിപ്ലൈ എത്ര? യെസ് ഞാൻ ചെയ്യാം. ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി എനർജി കൺസ്യൂംഡ് ഇൻ 3 hours. Okay, so 3 bulb if they continuously glow for 10 hours in the month of November. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ആണ്, 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഞാൻ ചെയ്യാം. ഞാൻ മായിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് there is a 3 bulb, right? ഒരു ബൾബിന്റെ പവർ എത്രയാ? യെസ്, ഒരു ബൾബിന്റെ പവർ 100 വാട്ട് ആണ്. അങ്ങനെ എത്ര ബൾബ് ഉണ്ട്? 3 ബൾബാണ്. സോ പവർ നമുക്ക് എഴുതണം 3 into 100, that is 300 വാട്ട്. പവർ തന്നിട്ടുണ്ട്, that is 300 വാട്ട്. ഓക്കെ, ഡെയിലി എത്ര ഹവേഴ്സ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്? പറ, ഡെയിലി എത്ര ഹവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ 10 hours. അല്ലേ? It is working for 10 hours. Okay, it is working for 10 hours. അതും ഓക്കെ. Then നമ്മളോട് പറഞ്ഞത് പെർ ഡേ എത്ര നമുക്ക് ചെക്ക് ചെയ്യാം. എനർജി is equal to പവർ into ടൈം മതിയോ by 1000 വേണോ? What is your opinion? by 1000 വേണോ? വെരി ഗുഡ്, by 1000 വേണം. ബിക്കോസ് പവർ വാട്ടിലാണ്, അതുകൊണ്ട് എന്തായാലും by 1000 വേണം. Okay, so power the value is 300 into time is 10 hour divided by 1000. So answer will be 3000 by 100, that is 3 kilowatt hour. How much? 30 അല്ലല്ലോ, 3 kilowatt hour അല്ലേ? കാരണം 3000 by 1000 3 ആണല്ലോ. ഓക്കെ, ഇത് പെർ ഡേ ആണ്. ഇത് എത്ര ഡേ ആണ്? പെർ ഡേ ആണോ പെർ മന്ത് ആണോ? ഇത് എത്ര ഡേ ആണ്? പെർ ഡേ അല്ലേ? വെട്ടടാ മക്കൾ, ഇത് പെർ ഡേ ആണോ പെർ മന്ത് ആണോ? യെസ്, ദിസ് ഇസ് പെർ ഡേ. നമുക്ക് മന്ത് ആണ് വേണ്ടത്. മന്ത് വി ടേക്കൻ ഇസ് നവംബർ, റൈറ്റ്? നവംബർ there will be 30 days. അല്ലേ? 30 അല്ലേ? യെസ്, 30 days. അപ്പൊ ഇനി ഒന്നും ചെയ്യണ്ട, 30 days ആയതുകൊണ്ട് തന്നെ പെർ ഡേ 3 ആണ്. അപ്പൊ 30 days ആവുമ്പോ 3 into 30, it will be 90 kilowatt hour. 90 kilowatt hour. ക്ലിയർ? ദിസ് ഈസ് ദി മന്ത് ഓഫ് ഒരു 90 kilowatt hour ആണ് മന്തിൽ യൂസ് ചെയ്യുന്നത്. 1 kilowatt hourന് എത്ര രൂപയാ പറഞ്ഞത്? ഹൗ മച്ച് ദേ സെഡ്? ക്വസ്റ്റ്യൻ എത്ര തന്നിരിക്കുന്നത്? പറ കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. 5 rupees. യെസ്, വെരി ഗുഡ്. അപ്പൊ 90 ആണ് മന്തില്. അപ്പൊ 90 into 5 rupees if you do, you will get the answer 450 rupees. So total bill will be 450. ഇത് എത്ര പേർക്ക് ക്ലിയർ ആയിട്ടുണ്ട്? If yes, say write yes on the chat box. If no, no on the chat box. അല്ല, എസ് പോലെ ഇനിയും വേണം എനിക്ക്. എസ് ഇനിയും എസ് വേണം. എല്ലാരും എസ് തന്നെ, എല്ലാരും എസ് തന്നെ. യെസ്, വരട്ടെ. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പ്രോബ്ലം കൂടി തരട്ടെ. വിൽ യു ഡു? തരട്ടെ?
ഓക്കെ, ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു പ്രീവിയസ് ഇതിനു മുമ്പ് എക്സാമിൽ ബോർഡ് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ചെയ്താലോ? യെസ്, ദിസ് ഈസ് 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എ, ഡിഫൈൻ പവർ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. എ ക്വസ്റ്റ്യൻ. അത് നമുക്ക് വേണ്ട, ബിക്കോസ് പവർ ഇസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് നിങ്ങൾക്ക് അറിയാം. അതിന്റെ യൂണിറ്റ് വാട്ട് ആണെന്ന് അറിയാം. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയതുകൊണ്ട് അത് ഒഴിവാക്കാം. അതിന്റെ ബി ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ചെയ്യാം. ഓക്കെ, എ ടോർച്ച് ബൾബ് is rated 5 volt and 500 milliampere. 500 milliampere means 0.5 ampere. Don't forget, okay? 500 milliampere എന്ന് വെച്ചാൽ എത്ര ആംപിയർ ആയിരിക്കും? 0.5 ampere. 0.5 എഴുതാൻ പറ്റുള്ളൂ. milliampere is not allowed to do the problem. Okay? 500 milliampere എന്ന് വെച്ചാൽ എത്ര ആംപിയർ ആണ്? 0.5 ampere. Okay? യെസ്, കാൽക്കുലേറ്റ്. 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ആൻസർ ചെയ്യണം. ഒന്ന്, ചോദ്യം 1, കാൽക്കുലേറ്റ് പവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് എനർജി കൺസപ്ഷൻ ഫോർ 2.5 hours. ഇതാണ് 3 ക്വസ്റ്റ്യൻ. 2.5 hours. നിങ്ങൾ ചെയ്യുന്നോ ഞാൻ ചെയ്യണോ? എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യല്ലേ, നമുക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കല്ലേ. ഞാൻ ചെയ്യട്ടെ എന്നാ? പറയടാ മക്കളെ, ഞാൻ ചെയ്യട്ടെ? എവിടെടാ, ഒരു എനർജി വരുന്നില്ലല്ലോ. യെസ്, വരട്ടെ, ഇനിയും വരട്ടെ, എനർജി വരട്ടെ. എവിടെയാ? ഓക്കെ, എന്നാൽ ഞാൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ ഞാൻ ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് അവസാനം പറയണം, സാർ ശരിയായിട്ടുണ്ട് ഓർ നോ സാർ എന്താന്നുള്ളത് പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോ സിമ്പിൾ ആണ്. ദേ ആസ്ക് us to find power. Voltage is given. Current is given. So ഏതാ ബെസ്റ്റ് ഇക്വേഷൻ ടു ഫൈൻഡ് പവർ? P is equal to VI അല്ലേ? Yes, very good. Okay, so power is equal to V is 5 and I is 0.5. Answer will be 2.5 watt. So answer will be 2.5 watt. Hope it is clear. Clear? Okay. എനർജി കൺസപ്ഷൻ ഇൻ കിലോവാട്ട് ഹവറിലാട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് ഓക്കെ. ഇനി റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എടാ എസ് കൊടുക്കടാ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, നല്ല മക്കളല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ റെസിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആരെങ്കിലും ഒരാൾ പറയൂ, എനിക്ക് അറിയില്ല, നിങ്ങൾ പറ. റെസിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? വിയും തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്. ദെൻ ഹൗ ടു ഫൈൻഡ് റെസിസ്റ്റൻസ്? അയ്യോ, മറന്നുപോയോ നിങ്ങൾ? ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? വിച്ച് ഇസ് ബെറ്റർ? വരട്ടെ, ഇനി വരട്ടെ. ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് V/I. നേരിട്ട് ചെയ്തുകൂടെ? ഓംസ് ലോ. V is equal to IR. അതന്നെ. ഓക്കെ, I² R വേണമെന്നില്ല, V/I യും ചെയ്യാലോ. V is equal to IR, then R is equal to V/I. ഓക്കെ, V എത്ര തന്നിട്ടുണ്ട്? That is 5. What is I? That is 0.5. What will be the answer? Answer will be 10 ohm. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? എസ് ആണെങ്കിൽ റൈറ്റ് എസ് ഓൺ ദി ചാറ്റ് ബോക്സ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ ഓൺ ദി ചാറ്റ് ബോക്സ്. എന്നാ പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്തില്ലേ? എനർജി കൺസപ്ഷൻ എങ്കിലും നിങ്ങൾ ചെയ്യോ? അത് 2 പ്രോബ്ലം ഇപ്പൊ ചെയ്തു. എന്നാൽ ട്രൈ ചെയ്ത് നോക്ക്. എനർജി കൺസപ്ഷൻ മാത്രം ചെയ്താൽ മതി. എനർജി കൺസപ്ഷൻ. സോ ടുഡേ, ഇന്നത്തോട് കൂടി നമുക്ക് ഇലക്ട്രിസിറ്റി വിൽ ബി ഓവർ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ റിഫ്ലക്ഷൻ, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ചെയ്യാം. ഇതൊന്ന് എനർജി കൺസപ്ഷൻ എത്ര കിട്ടിയെന്ന് പറ. ഈ ഇക്വേഷൻ ഐ വിൽ എക്സ്പ്ലെയിൻ യു. വാട്ട് ഈസ് ദ ഇക്വേഷൻ വി ഹാവ് ടു യൂസ്? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം ബൈ 1000 വേണം വേണ്ടേ?
we need by 1000 because power വാട്ടിലാണ് അല്ലേ? Yes, വേണം. Okay, what is the power given over here? That is 2.5. How many hours it is working? That is also 2.5. 2.5 into 2.5 divided by 1000. You will get the answer. 2.5 into 2.5 divided ചെയ്ത് കഴിഞ്ഞാൽ you will get the answer. എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി? Yes, answer will be 0.00625 kilowatt hour. 0.00625 kilowatt hour. ഒരു പ്രോബ്ലം കൂടി തരട്ടെ? എവിടെ ഇനിയും വരണേ? എവിടെ സൗണ്ട്? കുക്കു മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ, വേറെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. എല്ലാവരും ഒരു എസ് ഇടുക, എന്നാലേ ഞാൻ അടുത്ത പ്രോബ്ലം തരുള്ളൂ. എല്ലാവരും എസ് വരട്ടെ. യെസ്, നിയ വന്നു. യെസ്, ഹനാൻ വന്നു. അഫ്രാസ് വന്നു. വരട്ടെ, ഇനിയും വരട്ടെ. ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്ക് എന്നാ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അത് നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് ചെയ്യാനുള്ളതാ കേട്ടോ. ഓക്കെ, നിങ്ങളാണ് ചെയ്യേണ്ടത്. ഇൻ എ ഹൗസ് 2 bulbs of 50 watt each are used for 6 hours daily, and an electric heater of 1000 watt is used for 1 hour daily. Calculate the total energy consumed in the month of 30 days. 30 days ആണ്. 30 in the month of 30 days, and cost at the rate 8 rupees per kilowatt hour. ഇതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നോ ഞാൻ ചെയ്യണോ? നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ ചെയ്യുന്നോ ഞാൻ ചെയ്യണോ? നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ. ഓക്കെ, എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ? ഞാൻ ചെയ്യട്ടെ? ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഐ വിൽ വെയിറ്റ് യു ഫോർ 1 minute. ഒരു 1 minute ഉള്ളിൽ നിങ്ങൾ എല്ലാവരും ചെയ്യണം. ജസ്റ്റ് 1 minute ആണ്. It's your time, fast. It's your time. I'm waiting. നിങ്ങളെ ആൻസറിന് വേണ്ടി ഞാൻ ചാറ്റ് ബോക്സ് നോക്കിയിരിക്കുക കേട്ടോ. എന്നാ പിന്നെ ഞാൻ തന്നെ പറഞ്ഞേക്കാം. ആദ്യം വീട്ടിൽ എന്തൊക്കെ ഉണ്ട് ആദ്യം അത് പറ. ബൾബും ഉണ്ട്, ഒരു ഇലക്ട്രിക് ഹീറ്ററും ഉണ്ട്. ആദ്യം ഏതാ വേണ്ടത്? ബൾബ് വേണോ ഹീറ്റർ വേണോ? രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചാലോ? ഓക്കെ, ആദ്യം ബൾബിനെ കണ്ടുപിടിക്കാം. മക്കൾ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മീൻസ് ഒരു ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബൾബിനെ കണ്ടുപിടിക്കാം. എത്ര ബൾബ് ഉണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? വെയിറ്റ് ചെയ്യാം. എത്ര ബൾബ് ഉണ്ട്? 2 ബൾബ്. ഒരു ബൾബിന് 50 വാട്ട് ആണെങ്കിൽ 2 ബൾബിന് എത്ര ആയിരിക്കും? പവർ ഇസ് ഈക്വൽ ടു 2 into 50, ദാറ്റ് ഈസ് 100 വാട്ട്. ക്ലിയർ? ബൾബ് എത്ര ഹവേഴ്സ് ആ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 6 ഹവേഴ്സ്. സോ 6 ഹവേഴ്സ്. So find the equation. E is equal to P into T. By 1000 വേണോ വേണ്ടേ? By 1000 വേണ്ടേ? ഓഫ് കോഴ്സ് അത് വേണം. വാട്ടാണ് തന്നിരിക്കുന്നത്. സോ യു ഹാവ് ടു ഫൈൻഡ്. ഓക്കെ, 1000 അല്ല, സോറി, 100
into t is 6 hours divided by 1000. You will get 600 by that is 0.6. How much? 0.6 kilowatt hour. ഓക്കെ, ഇന്ന മന്ത് പിന്നെ കണ്ടുപിടിക്കാം, ഡെയിലി കണ്ടുപിടിച്ചാൽ മതി. ഇത് പെർ ഡേ ആണ്. ഇത് എത്ര ഡേ ആണ്? ബൾബിന്റെ മാത്രം പെർ ഡേ. അതേപോലെ ഇലക്ട്രിക് ഹീറ്ററും നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഹീറ്റർ കുറച്ചും കൂടി ഈസിയാണ്. ഇലക്ട്രിക് ഹീറ്റർ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇലക്ട്രിക് ഹീറ്റർ എത്ര ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്? ഒന്നാണോ രണ്ടാണോ? ഒരൊറ്റ ഇലക്ട്രിക് ഹീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1000 വാട്ട്. പവർ ഇസ് 1000 വാട്ട് ആൻഡ് ടൈം എത്ര ഹവേഴ്സാ വർക്ക് ചെയ്യുന്നത്? 1 ഹവർ. അപ്പൊ കുറച്ച് ഈസിയാണ് പ്രോബ്ലം ചെയ്യാൻ. പവർ ഇൻടു ടൈം ബൈ 1000. പവർ ഇസ് 1000 into 1 divided by 1000. So answer will be 1 kilowatt hour. ക്ലിയർ? എന്നിട്ട് നിങ്ങൾ തിരക്ക് കൂട്ടരുത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ബൾബ് ഇസ് 1.1 and that is 0.6. So total will be 1 plus 0.6, that is 1.6 kilowatt hour per day. How many day? വരട്ടെടാ, ഇത് എത്ര ഡേന്റെ ആണ്? എത്ര ഡേന്റെ ആണ്? പെർ ഡേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? യെസ്, ഇത് പെർ ഡേ ആണ്. യെസ്, പെർ ഡേ. ഫോർ മന്ത് വേണം. പെർ ഡേ 1.6 ആണെങ്കിൽ ഫോർ മന്ത് 1.6 ഇൻറ്റു എത്ര? 30 ഡേയ്സ് ആണ് പറയുന്നത്. 30. 1.6 ഇൻറ്റു 30 ചെയ്താൽ യു വിൽ ഗെറ്റ് 48 കിലോവാട്ട് ഹവർ. എത്ര കിട്ടാൻ പോകുന്നത് പറഞ്ഞേ? യെസ്, വെരി ഗുഡ്. എസ്തറിന് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. 48 കിലോവാട്ട് ഹവർ. ഓക്കെ, 48 കിലോവാട്ട് ഹവർ ആണെങ്കിൽ ദാറ്റ് യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു മണി. എത്രയാണ്? 8 rupees അല്ലേ? So 48 into 8, you will get almost 384 rupees. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ? എത്ര പേർക്ക് പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ? എത്ര പേർക്ക് ക്ലിയർ ആയിട്ടുണ്ട്? ക്രിസ്റ്റൽ ക്ലിയർ, അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇനിയും വരട്ടെ. ക്ലിയർ? ഓക്കെ, ഇനിയും വരട്ടെ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ എല്ലാ ടൈപ്പും ടഫ് പ്രോബ്ലംസും സെഷൻ ഇഫക്റ്റീവ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടില്ല, ഒരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നോ ഡൗട്ട്, ക്ലിയർ. ഓക്കെ, വേറെ റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ? ഇത്ര പേരുണ്ടായിട്ട് നോ ഡൗട്ട്. ഓക്കെ, നോ ഡൗട്ട് സാർ. നോ ഡൗട്ട്. ഓക്കെ, ഫൈൻ, അടിപൊളി. ഓക്കെ, യാ, ക്ലിയർ. ഓക്കെ, ഫൈൻ. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ചെയ്യുന്നതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ക്ലാസ് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആയിരിക്കും സാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ഒന്നും കൂടി നമുക്ക് ഉഷാറായിട്ട് ഇതേപോലെ തന്നെ എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് ആക്കണം. ഓക്കെ, ആർ യു റെഡി? അടുത്ത ക്ലാസ് റെഡി ആയി വരല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.